ഇൻഫോർടൈൻമെന്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ മാതൃഭാഷ പഠിക്കുന്ന വേഗതയിൽ എന്തുകൊണ്ടാണ് രണ്ടാമതൊരു ഭാഷ പഠിച്ചെടുക്കാൻ സാധിക്കാത്തത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലാംഗ്വേജ് അക്വിസിഷൻ അഥവാ ഭാഷാ സമാർജനം, ഭാഷാ ആർജനം എന്നും പറയാം. ലാംഗ്വേജ് ലേണിംഗ് അഥവാ ഭാഷാ പഠനം എന്നീ രണ്ട് കാര്യങ്ങളിലൂടെ എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം സംഭവിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. നാം നമ്മുടെ മാതൃഭാഷ പഠിക്കുന്നത് ലാംഗ്വേജ് അക്വിസിഷനിലൂടെയാണ്. അതായത് ഭാഷയുടെ വ്യാകരണ നിയമങ്ങളോ ഭാഷാ നിയമങ്ങളോ ഒന്നിനെ പറ്റിയും ബോധവതികളാവാതെ അല്ലെങ്കിൽ ബോധവാന്മാരാകാതെയാണ് മാതൃഭാഷ നാം പഠിച്ചെടുക്കുന്നത്. എന്നാൽ രണ്ടാം ഭാഷയുടെ കാര്യത്തിൽ അതല്ല സ്ഥിതി. രണ്ടാം ഭാഷയുടെ നിയമങ്ങളും വ്യാകരണ പ്രശ്നങ്ങളും എല്ലാം പഠിച്ചുകൊണ്ടാണ് നാം ആ ഭാഷ സംസാരിക്കാനും ആ ഭാഷ എഴുതാനും ശീലിക്കുന്നത്. അത് ലാംഗ്വേജ് ലേണിംഗ് ആണ്. നാം ഇന്നത്തെ രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കുന്നത് ലാംഗ്വേജ് ലേണിംഗ് ആണ്, ലാംഗ്വേജ് അക്വിസിഷൻ അല്ല. അതുകൊണ്ടാണ് മലയാളം പഠിക്കുന്ന അത്ര വേഗതയിൽ മറ്റൊരു ഭാഷയും നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കാത്തത്. രണ്ടാം ഭാഷ പഠിച്ചെടുക്കുന്നതിൽ നമ്മുടെ വ്യക്തിത്വത്തിനും പ്രാധാന്യമുണ്ടെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. 1994 ലാരിസ് സെലിൻകാർ, സൂസൻ എം ഗ്യാസ് എന്നീ ലിംഗ്വിസ്റ്റുകൾ നടത്തിയിട്ടുള്ള പഠനത്തിൽ ഇൻട്രോവേർട്ട് ആണെങ്കിൽ രണ്ടാം ഭാഷ പഠിച്ചെടുക്കുന്നതിൽ ഇത്തിരി പിറകിലായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മറിച്ച് എക്സ്ട്രോവേർട്ടുകളാണെങ്കിൽ, ബഹിർമുഖരാണെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ രണ്ടാം ഭാഷ പഠിച്ചെടുക്കാനാവും എന്നും സൂചിപ്പിക്കുന്നു. എന്നാൽ ഇത് അനൌദ്യോഗികമായ സന്ദർഭങ്ങളിൽ മാത്രമാണെന്നും ഔദ്യോഗിക സന്ദർഭങ്ങളിൽ ബഹിർമുഖർക്കും അന്തർമുഖർക്കും ഒരുപോലെ രണ്ടാം ഭാഷ പഠിച്ചെടുക്കാൻ സാധിക്കും എന്നുമാണ് മറ്റ് ചില പഠനങ്ങൾ, അതായത് 2000-ന് ശേഷമുള്ള ചില ഭാഷാശാസ്ത്ര പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഓരോ ഭാഷ പഠിക്കുന്നതിന് പിന്നിലുമുള്ള നമ്മുടെ ആവശ്യങ്ങൾക്കും പ്രാധാന്യമുണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് എന്ത് തരം മോട്ടിവേഷനാണ് നമ്മളെ ഒരു ഭാഷ പഠിക്കാൻ വേണ്ടി നയിക്കുന്നത് എന്നർത്ഥം. 4 തരത്തിലുള്ള മോട്ടിവേഷനുകളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തേത് ഇൻട്രിൻസിക് എന്ന് വിളിക്കാം. ഇൻട്രിൻസിക് എന്ന് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന്, അതായത് മറ്റൊരു ബാഹ്യ പ്രേരണയുമില്ലാതെ മറ്റൊരു കാരണവുമില്ലാതെ ആ ഭാഷ നമുക്ക് പഠിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. അടുത്തത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്. ബാഹ്യപ്രേരണ മൂലമാണ് ഒരു ഭാഷ പഠിക്കുന്നതെങ്കിൽ അതാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. നമ്മുടെ മാതാപിതാക്കളോ അധ്യാപകരോ ജോലി സ്ഥലത്തെ സുപ്പീരിയേഴ്സോ നമ്മുടെ അടുത്ത് ഒരു ഭാഷ പഠിക്കാൻ ആവശ്യപ്പെടുകയും അതിനായി ഏതെങ്കിലും ലാംഗ്വേജ് സെന്ററിൽ പോവാൻ നമ്മൾ നിർബന്ധിതരാവുകയുമാണെങ്കിൽ അത് ബാഹ്യപ്രേരണ മൂലമുള്ള മോട്ടിവേഷനാണ്. അടുത്തത് ഇന്റഗ്രേറ്റീവ് മോട്ടിവേഷൻ. നാം ഇംഗ്ലീഷ് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളുമായി അടുത്തിടപഴകാനും ആ ഭാഷണ സമൂഹത്തിൽ ഒരാളായി മാറാനുമുള്ള നമ്മുടെ ആഗ്രഹത്തിന്റെ പുറത്താണ് നാം അത് പഠിക്കുന്നതെന്ന് പറയാം. അത്തരം മോട്ടിവേഷനാണ് ഇന്റഗ്രേറ്റീവ് മോട്ടിവേഷൻ. ഇൻസ്ട്രുമെന്റൽ മോട്ടിവേഷനാണ് അടുത്തത്. ഇൻസ്ട്രുമെന്റൽ മോട്ടിവേഷനിൽ നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകും എന്ന പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഭാഷ പഠിക്കുക. ക്ലാസ്സിൽ മറ്റു കുട്ടികളെ പിന്നിലാക്കാനും അധ്യാപകരുടെ ഇഷ്ടം പിടിച്ചു പറ്റാനും ഇംഗ്ലീഷ് ഭാഷയോ ഹിന്ദി ഭാഷയോ പഠിക്കുന്നത് അതിനുദാഹരണമാണ്. ജോലിക്ക് വേണ്ടിയും മറ്റ് രാജ്യങ്ങളിൽ പോയി അവിടെ താമസിച്ച് അവിടെ ജോലി ചെയ്യാനുമുള്ള ആഗ്രഹത്തിന്റെ പുറത്തും നമ്മൾ ഭാഷ പഠിക്കുന്നതും ഇൻസ്ട്രുമെന്റൽ മോട്ടിവേഷന്റെ ഭാഗമാണ്. ഇത്രയുമാണ് ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത്. നമ്മുടെ മാതൃഭാഷ നമുക്ക് നന്നായി കൈകാര്യം ചെയ്യാനാവുന്നുണ്ടെങ്കിൽ മറ്റേത് ഭാഷയും പഠിച്ചെടുക്കാൻ സാധിക്കുമെന്ന് തീർച്ചയാണ്. അതായത് മലയാളം നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ ബുദ്ധിയുടെയോ ശേഷിയുടെയോ കുറവ് കൊണ്ടല്ല എന്ന് മാത്രം മനസ്സിലാക്കുക. അത് അവസരങ്ങളുടെ പോരായ്മയാണ്. ഒരു ഭാഷ നമ്മൾ പഠിക്കേണ്ടത് അത് കേട്ടുകൊണ്ടും സംസാരിച്ചുമാണ്. നമ്മുടെ സ്കൂളുകളിൽ നാം ശീലിച്ചിട്ടുള്ളത് അധ്യാപകർ പറയുന്നു, നമ്മളത് കേൾക്കുന്നു. നമ്മൾ അങ്ങോട്ട് സംസാരിക്കുക എന്ന ശീലം ഇല്ലാത്തിടത്തോളം
നാം ആ ഭാഷ പഠിക്കുകയില്ല. സംസാരിച്ചുകൊണ്ടാണ് ഒരു ഭാഷ ഏറ്റവും നന്നായി പഠിക്കുക. കേൾക്കാനും സംസാരിക്കാനുമുള്ള അവസരമുണ്ടാവുക എന്നതിലാണ് ഓരോരുത്തരും വ്യത്യസ്തപ്പെടുന്നത്. അതുകൊണ്ടാണ് ഓരോരുത്തരുടെയും ഭാഷാശേഷിയും വ്യത്യസ്തപ്പെടുന്നത്. മാതൃഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക് മറ്റൊരു ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാത്തത് ഈ ലാംഗ്വേജ് അക്വിസിഷന്റെയും ലാംഗ്വേജ് ലേണിംഗിന്റെയും വ്യത്യാസമാണെന്ന് മനസ്സിലാക്കുക. പറയുന്നത് കണക്ട് ചെയ്യാനാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും പരിഗണിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക. നന്ദി.